വി.കെ. പ്രശാന്ത് എം.എൽ.എയോട് ശാസ്തമംഗലത്തെ ഓഫീസ് കെട്ടിടം ഒഴിയാമോ എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വാർഡ് കൗൺസിലറായ മുൻ DGP ആർ ശ്രീലേഖ പ്രകോപനപരമായി താൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എം.എൽ.എ കോൾ റെക്കോർഡ് പുറത്തുവിടണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു. താൻ സഹോദരൻ തുല്യനായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്, അനിയ എന്നുള്ള രീതിക്കാണ് ശ്രീലേഖ പ്രതികരിച്ചത്. എന്തായാലും ആദ്യം ആ പ്രതികരണം കാണാം. നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാനൊരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മേയറുടെ സ്ഥാനം ഇരുന്നപ്പോൾ അതിന് ശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് അടുത്ത ഇലക്ഷൻ്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴോ മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദേവിയെ ഇതൊന്ന് പരിഗണിക്കണം, പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ് എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത്, അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ശേഷം അങ്ങനെ പറയല്ലേ പ്രശാന്ത്, ഞാൻ ഒരു സഹോദരി ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണ്. മധു കേട്ടതാണ്, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ അദ്ദേഹത്തോടും ചോദിക്കാം. എൻ്റെ ഫോണിൽ റെക്കോർഡില്ല, ഞാൻ അങ്ങനെ ഒരു ക്രാഫ്റ്റിനെസ് എനിക്കില്ല, ഞാൻ ആരുടെയും ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കാറില്ല. പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു കരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു അഗ്രിമെൻറ്റിൻ്റെ ബേസിസിൽ വാടക കൊടുക്കുന്നുണ്ട്. അപ്പം കോർപ്പറേഷൻ്റെ സ്ഥലമായതുകൊണ്ടാണല്ലോ വാടക കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണല്ലോ, അദ്ദേഹം വാടക കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു പ്രതികരണത്തിന് ശേഷം വി.കെ. പ്രശാന്തിനെ MLA ഓഫീസിലെത്തി സന്ദർശിക്കുകയും ചെയ്തു ആർ ശ്രീലേഖ. നമുക്ക് വീണ തയ്യാറാണ്, വീണയിലേക്ക് പോകാം. വീണ, ആ ശ്രീലേഖ പറയുന്നുണ്ട് മോനെ എന്ന് വിളിച്ചിട്ടാണ് സംസാരിച്ചത്, തിരിച്ചും ചേച്ചി എന്ന് വിളിച്ചായിരുന്നു സംസാരം. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളുടെ സ്വരമൊക്കെ മാറി. വി.കെ. പ്രശാന്ത് തൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചു. അങ്ങനെ തനിക്കുണ്ടായ അതൃപ്തി പരസ്യമായി തന്നെ ആ ശ്രീലേഖ പറയുന്നുണ്ട്. ശരിയാണ്, MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു, പക്ഷെ അതൊരു നിർദ്ദേശമായിരുന്നില്ല, അഭ്യർത്ഥനയായിരുന്നു എന്നവർ കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു സങ്കടം അവർ മാധ്യമങ്ങൾക്ക് മുൻപാകെയും പങ്കുവെക്കുന്നുണ്ട്. കോൾ റെക്കോർഡൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന രീതിയിലൊക്കെ വരുന്നു പ്രതികരണം. പറയൂ വീണ, എന്തൊക്കെ കാര്യങ്ങൾ ആ ശ്രീലേഖ IPS ചൂണ്ടിക്കാട്ടുന്നു? രാഖി, കൃത്യമായി കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭാഷണമാണ്. അതായത് സഹോദര തുല്യനായി താൻ വി.കെ. പ്രശാന്തിനെ കാണുന്നു, തനിക്ക് വർഷങ്ങളായി അറിയാം, താൻ പോലീസിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലം മുതലേ ഉള്ള സൗഹൃദമാണ്, തൻ്റെ മകൻ്റെ വിവാഹത്തിനടക്കം പങ്കെടുത്തിട്ടുണ്ട് വി.കെ. പ്രശാന്ത് എന്നടക്കം പറയുന്നു. അങ്ങനെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോൾ ഈ ഒരു ഓഫീസ് കെട്ടിടത്തിൽ ഒഴിയണമെന്നുള്ളതല്ല, അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. തനിക്ക് പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു ഓഫീസ് മാത്രമാണുള്ളത്, അതിനാൽ തന്നെ ഇവിടെ എത്തുന്ന പൊതുജനങ്ങളുമായി സംവദിക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. സാഹചര്യം പോലും തനിക്കത് ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ആർ ശ്രീലേഖ IPS വി.കെ. പ്രശാന്തിന് മുന്നോട്ട് വെച്ചത്. അതൊരു സൗഹൃദ സംഭാഷണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മോനെ എന്ന് വിളിച്ച് തുടങ്ങിയാണ് സംസാരിച്ചത്. അദ്ദേഹം അതിനുശേഷം മറുപടി പറയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് തുടർന്ന് വിവാദങ്ങളിലേക്ക് പോയതിൽ ശക്തമായിട്ടുള്ള ഒരു വിഷമം കൂടി കൃത്യമായിട്ട് ശ്രീലേഖ ഇപ്പോൾ ആ ഒരു അതൃപ്തി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അനാവശ്യമായിട്ട് ഇതിനെ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചു എന്ന് പറയുന്നുണ്ട്. താൻ കൃത്യമായി പറഞ്ഞതിൻ്റെ വാസ്തവം എന്താണ്, തൻ്റെ ഓഫീസ് കെട്ടിടത്തിൻ്റെ സാഹചര്യം എന്താണെന്നുള്ള ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വരികയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം. ഒരു കുടുസ് മുറിയാണ്, ശുചിമുറി ചേർന്നാണ് ഇരിക്കുന്നത്. ആ ശുചിമുറിക്കകത്താണ് അലമാരയടക്കം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറുടെ അവസ്ഥ ഇതാണ്. അതായത് കൗൺസിലറെ കാണുവാൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നതുണ്ട്. ഈ പരിമിതമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരുമായി സംസാരിക്കാൻ സാധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ആ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ മുൻവശത്തെ ബോർഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താഴത്തെ നില ശാസ്തമംഗലം വാർഡ് കമ്മിറ്റി ഓഫീസ്, ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസ് എന്ന് കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തി
കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ നിലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിൽ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നതിനുള്ള കൃത്യമായിട്ടൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ഇത് കൗൺസിലർക്കുള്ള ഓഫീസാണെന്ന് പറയുന്നുണ്ട്. ഈ കൗൺസിലറുടെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് VK പ്രശാന്തിൻ്റെ MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ബോർഡ് ഈ കെട്ടിടത്തിൻ്റെ മുൻവശത്ത് ഇല്ല. ഈ കെട്ടിടത്തിൽ ചേർന്ന് സ്ഥാപിച്ചിട്ടില്ല. പകരം ഇതിൻ്റെ പുറത്തായിട്ടാണ് അത്തരത്തിലുള്ളൊരു ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ശിലാഫലകത്തിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിൽ VK പ്രശാന്തിൻ്റെ പേരുണ്ടെങ്കിലും ഓഫീസ് അനുവദിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഈ കെട്ടിടത്തിനോട് ചേർന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മാത്രമാണ് ഒരു നൈം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് അഡ്വക്കേറ്റ് VK പ്രശാന്തിൻ്റെ ഓഫീസാണെന്നുള്ളത്. ആ ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2018 ഒരു കെട്ടിടം നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട്. MLA ആദ്യം കരുതി കൗൺസിലർക്കായിട്ടുള്ള ഓഫീസ് തന്നെയാണ്. ഇത് രണ്ടാമത് സ്ഥാപിച്ചതാണെന്ന് വ്യക്തമാണ് ഈ ഒരു ബോർഡ് സ്ഥാപിച്ചത്. നമ്മൾ ഓഫീസിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നത് പരിമിതമായ സാഹചര്യങ്ങളാണുള്ളത്. ആ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ആർ ശ്രീലേഖ ഇതുമായി ബന്ധപ്പെട്ട് കൗൺസിലറായ ആർ ശ്രീലേഖ തനിക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിൽ ആ ഒരു ഓഫീസിൽ സാഹചര്യം ഒരുക്കി തരണമെന്നുള്ളൊരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. ആ അഭ്യർത്ഥന വളച്ചൊടിച്ചു എന്നുള്ള വേദന കൂടിയാണ് ആർ ശ്രീലേഖ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവെച്ചത്. ഒപ്പം തന്നെ MLA ആ ഒരു സമയത്ത് ഈ ഒരു കെട്ടിടത്തിലുണ്ടായിരുന്നു. MLA ആദ്യം വരികയും ഇക്കാര്യം ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. അത് രാഷ്ട്രീയ മാനങ്ങളിലേക്കും രാഷ്ട്രീയ തലത്തിലേക്കും MLA കൊണ്ടുപോകാനാണ് ഇപ്പോൾ MLAയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് പ്രകടമാകുന്നത്. എന്നാൽ ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വന്ന ഉത്തരവാദിത്തം അത് കൃത്യമായിട്ട് പാലിക്കുക, അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് കൗൺസിലർ എന്ന നിലയിൽ ഈ ഒരു കെട്ടിടത്തിൽ തനിക്ക് കൗൺസിലർക്ക് അനുവദിച്ചിരിക്കുന്ന കെട്ടിടത്തിലിരുന്ന് ജനകീയ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യമാണ് ശ്രീലേഖ മുന്നോട്ട് വയ്ക്കുന്നത്. യാതൊരു വിധത്തിലുള്ള പരിഭവമോ പിണക്കമോ ഒന്നും ഇല്ല എന്ന് ശ്രീലേഖ പറയുകയും തുടർന്ന് VK പ്രശാന്തിനെ കാണുകയും ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഓഫീസ് കെട്ടിടം തുടർന്ന് പ്രവർത്തിക്കുമോ എന്ന്, അതായത് ഇവിടെയാണ് ഒഴിഞ്ഞ് ഇവിടുന്ന് മറ്റ് സാഹചര്യങ്ങളില്ല, അനുകൂല മറുപടി VK പ്രശാന്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ചില വിമർശനങ്ങൾ VK പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുമ്പോഴും കൃത്യമായിട്ടുള്ള നിലപാട് ആർ ശ്രീലേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് താൻ എന്ത് സൗകര്യപരിമിതമാണെങ്കിലും താൻ ഇത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു. ആ അഭ്യർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് മറ്റൊരു തലത്തിലാണെങ്കിൽ പോലും എന്ത് അസൗകര്യമാണെങ്കിൽ പോലും താൻ ഇവിടെ നിന്ന് പ്രവർത്തിക്കും. നാളെ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിക്കും. ശുചിമുറിയിലാണ് തനിക്ക് സൗകര്യമെങ്കിൽ താൻ അവിടെ ഇരുന്നും ജനസേവനം ചെയ്യുമെന്ന് കൃത്യമായിട്ടുള്ളൊരു നിലപാട് കൂടി ആർ ശ്രീലേഖ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നാലെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർ ശ്രീലേഖ പറയുന്നുണ്ട് ഈ MLA ക്വാർട്ടേഴ്സ് അധികം ദൂരത്തല്ല ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഫയലുകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്. അതായത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം എത്രയും വേഗം പരിഹരിക്കപ്പെടണം, അങ്ങനെയുള്ള വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കുന്ന സർക്കാർ ഭരിക്കുന്ന നാടാണ്. പക്ഷേ ഒരു വാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ഫയലുകൾ സൂക്ഷിക്കുന്നത് ആ ടോയ്ലറ്റിലാണ്. നമുക്കത് ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു സാഹചര്യം മാറണം, അതിന് വേണ്ടിയിട്ടാണ് താൻ MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാണ് ആ ശ്രീലേഖ പറയുന്നത്. വീണ, അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് MLA ക്വാർട്ടേഴ്സ് സമീപത്താണ്, അധികം ദൂരത്തല്ല. MLAക്ക് എവിടെ വേണമെങ്കിലും പോയി ഓഫീസ് തുറക്കാം, അതിനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല ഒരു കൗൺസിലറിന്റെ സാഹചര്യം. അവിടെ അവർക്കുള്ളത് പരിമിതമായ സാഹചര്യമാണ്. ഇത്തരത്തിലൊരു ഓഫീസ് ഉണ്ട് എന്ന് ഇരിക്കെ എന്തിനാണ് താൻ ഇങ്ങനെ ഒരു ടോയ്ലറ്റിൽ ഇരുന്ന് ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട സാഹചര്യം? അത് തന്നെയാണ് കൗൺസിലർ ഉന്നയിക്കുന്നത്. തീർച്ചയായും രാഖി, അത് തന്നെയാണ്. അതായത് തനിക്ക് പരിമിതമായ സൗകര്യമാണുള്ളത്. ഒരു MLA പോലെ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അതായത് വാർഡിൻ്റെ പരിധിയിൽ തന്നെ വാർഡിൻ്റെ ഹൃദയഭാഗത്തിരുന്ന് തന്നെ വേണം ജനസേവനം ചെയ്യാൻ. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. നിരവധി പ്രശ്നങ്ങളുമായി ജനങ്ങൾ എത്തുക ഈ ഒരു ഓഫീസിലേക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള പരിമിത സാഹചര്യവും ബുദ്ധിമുട്ട് ഒഴിവാക്കണമെന്നുള്ളതും മുന്നിൽ കണ്ടുകൊണ്ടാണ് ആർ ശ്രീലേഖ ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് തനിക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശുചിമുറിയിലിരുന്ന് അടക്കം പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അത് വളച്ചൊടിക്കുന്ന തരത്തിലേക്കാണ് VK പ്രശാന്ത് കൊണ്ടെത്തിച്ചതെന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടതിന് നിരവധി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരും. അപ്പോഴും ചില ന്യായവാദങ്ങളൊക്കെ VK പ്രശാന്ത് പറയുന്നുണ്ടെങ്കിലും കൗൺസിലറുടെ ഭാഗത്തുനിന്ന് കൃത്യമായി നിലപാടും കൗൺസിലറായിട്ടുള്ള ആർ ശ്രീലേഖ വ്യക്തമാക്കുന്നുണ്ട്. ശ്രീലേഖ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് വട്ടിയൂർക്കാവിലെ MLA ആണ്. MLA ക്വാർട്ടേഴ്സ് അടുത്ത് തന്നെയുണ്ട്. ആ MLA ക്വാർട്ടേഴ്സ് അടുത്തുള്ളപ്പോൾ തന്നെ MLAക്ക് മറ്റൊരിടത്ത് സൗകര്യപ്രദമായ കൂടുതൽ
സൗകര്യങ്ങളുള്ള സ്ഥല പരിമിതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് MLAയുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ളൊരു ഓഫീസ് കിട്ടില്ലേ? പിന്നെ എന്തിനാണ് കൗൺസിലറുടെ ഓഫീസ് തന്നെ ഈ ഒരു ഭാഗത്ത് ആ ഒരു സ്ഥല പരിമിതമുള്ള സാഹചര്യത്തിൽ തന്നെ തുടരണമെന്നുള്ള VK പ്രശാന്തിൻ്റെ വാദം അതിലുള്ള അതൃപ്തിയും പരസ്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ VK പ്രശാന്ത് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നഗരസഭ മുഖേന എന്തായാലും നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് CPM. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുങ്ങിക്കിട്ടിയാൽ അതിനെ എങ്ങനെയെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കി സഹതാപ തരംഗം പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള വെപ്രാളത്തിലാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റണ്ടും എന്ന് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ചെറിയൊരു ഇടവേള.